ആര്യ രാജേന്ദ്രൻ അതുപോലെ തിരുവനന്തപുരത്തുള്ള LDF പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും NDA പ്രവർത്തകരെയും അവിടുത്തെ പൊതുജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ എവിടേക്ക് പോകും? BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആര്യ രാജേന്ദ്രനോട് എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും അത് CPM അണികൾക്കുള്ളിൽ പ്രതിഫലിച്ചാൽ അവിടെ BJP ആയിരിക്കും കോർപ്പറേഷൻ ഭരിക്കുക. ജാതിപരമായിട്ടും വർഗീയപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. BJP CPM മത്സരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് ഇപ്പൊ കോർപ്പറേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ഒരു പരിധിവരെ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ടും BJP ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ ഈ കോർപ്പറേഷനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആര്യ രാജേന്ദ്രന്റെ മികവ് ഇല്ലായ്മ തുടങ്ങിയ കാരണങ്ങളെല്ലാം അടുത്ത തവണ കോർപ്പറേഷൻ ഭരണം കിട്ടില്ല എന്ന തരത്തിലേക്ക് ഉള്ള സംസാരത്തിൽ വഴിവെച്ചിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അതായത് തിരുവനന്തപുരത്തുള്ള CPM അനുകൂല പ്രവർത്തകരുമായിട്ടും LDF പ്രവർത്തകരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPMന് മെജോറിറ്റി ഉള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. CPMന്റെ സംഘടനാ ചട്ടക്കൂട് അതും വളരെ സ്ട്രോങ് ആണ് തിരുവനന്തപുരത്ത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ 2025 നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഒരാൾ മാത്രമായിരിക്കും, അത് ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ അതുപോലെ തിരുവനന്തപുരത്തുള്ള LDF പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും NDA പ്രവർത്തകരെയും അവിടുത്തെ പൊതുജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ റോഡുകൾ പുതുക്കി പണിയുകയും അവിടെ കുറച്ചൊക്കെ ഒരു മനോഹാരിത വരുത്താനൊക്കെ ആയിട്ട്, തിരുവനന്തപുരം നഗരത്തിന് കുറച്ച് ബ്യൂട്ടിയൊക്കെ വരുത്താനായിട്ട് ആര്യ രാജേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പക്ഷെ ജനങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, അവരുടെ അഹങ്കാരം, ധാർഷ്ട്യം, ഇതൊക്കെ ഏത് തരത്തിൽ LDFന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ അടുത്ത തവണ ആര് കോർപ്പറേഷന്റെ തലപ്പത്ത് വരും എന്ന് നമുക്ക് പറയാൻ. CPM തന്നെ വിമർശിച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ. അല്ല, CPMും CPIയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പരസ്യമായ വിമർശനങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ. പാർട്ടിയുടെ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലൊക്കെ വളരെ ശക്തമായ ഒരു വിമർശനം വന്നിരുന്നു. കാരണം ആര്യ രാജേന്ദ്രന്റെ ഈ പ്രവൃത്തി സംസ്ഥാന തലത്തിൽ തന്നെ CPM ദോഷം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പമായിരിക്കും 2025 എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ CPMന് തൊട്ടുപിറകിൽ നിൽക്കുന്നത് BJP ആണ്. BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയും നിലവിലുള്ള കൗൺസിലർമാരെ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കൗൺസിൽ ഹാളിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു സാമാന്യ ബോധമില്ലാതെ ദൃശ്യമാധ്യമങ്ങളൊക്കെ കൗൺസിൽ ഹാളിൽ ഷൂട്ട് ചെയ്യും എന്നറിഞ്ഞിട്ടും മേയർക്ക് നേരെ നടത്തുന്ന ഗോഗോ വിളികൾ, കൂകലുകൾ, ഇതൊക്കെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPMനുള്ളതുപോലെ തന്നെയുള്ള സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആർക്കുമുണ്ട്? BJPക്കും തിരുവനന്തപുരത്തുണ്ട്. ഈ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ചു മുമ്പേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട്, തിരുവനന്തപുരത്തെ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ടിരുന്നൊരു വാർഡാണ്. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചിട്ടുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് കഴിഞ്ഞ 2020 നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാർഡിൽ നിന്ന് വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയാണ്. അത് BJP സ്ഥാനാർത്ഥി വിജയിക്കുക മാത്രമല്ല 300-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 334 വോട്ടുകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. കോൺഗ്രസിനകത്തെ പല നേതാക്കന്മാരും BJPയിലേക്ക് മാറിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖരോട് മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് പണ്ട് പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ലീഡറുമായി അടുത്ത് നിൽക്കുന്ന ചില മുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ പഴയ നേതാക്കന്മാരൊക്കെ BJP ക്യാമ്പിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടതാണ്. പലരും ഇനിയിപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഒരുപാട് കോൺഗ്രസ്സുകാർ, അതായത് സംഘടനാ സംവിധാനം വേണ്ട രീതിയിൽ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചിട്ടപ്പെടുത്താത്ത പക്ഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ എവിടേക്ക് പോകും? BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസിന് പകരമായി റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് BJP ആണ്. കാരണം CPMൽ നിന്ന് BJPയിലേക്ക് പ്രവർത്തകർ പോകുന്നില്ല. ഏതോ ഒരു DYFIക്കാരൻ പോയി എന്നുള്ളത് മാത്രമേ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ കള്ളു കുടിച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ള ഒരു അഭിപ്രായം CPM പറയുന്നുണ്ട്. അതിലെ സത്യവും അസത്യവും നമുക്ക് അറിഞ്ഞുകൂടാ. അത്
പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചർച്ചയിൽ സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായ സംഘടനാ സംവിധാനമുള്ള CPIM അല്ലെങ്കിൽ LDF, എന്നാൽ അതിനോട് ഒപ്പം തന്നെ സംഘടനാ സംവിധാനമുള്ള BJPയും, എന്നാൽ യാതൊരു തരത്തിലുള്ള സംഘടനാ സംവിധാനമോ ബൂത്ത് കമ്മിറ്റികളോ ഒന്നുമില്ലാതെ കോൺഗ്രസും ആണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്രാവശ്യം മത്സരത്തിന് പോകുന്നത്. കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും എങ്കിലും കൗൺസിലർമാരെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ ആൾബലത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ LDF തന്നെ നിലനിർത്തേണ്ടതാണ്. അവിടെ CPIക്കും അത്യാവശ്യം ശക്തിയുണ്ട്. മറ്റ് ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അത്യാവശ്യം ശക്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനോട് എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും അത് പ്രതിഫലിച്ചാൽ, അത് CPM അണികൾക്കുള്ളിൽ പ്രതിഫലിച്ചാൽ അവിടെ BJP ആയിരിക്കും കോർപ്പറേഷൻ ഭരിക്കുക. മറിച്ച് ഈ ആര്യ രാജേന്ദ്രനോടുള്ള ദേഷ്യം മാത്രമല്ല, അവിടെ ഈ തൊട്ടടുത്ത കാലത്ത് നടന്നിട്ടുള്ള ചില നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം, തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തും ഒരു പക്ഷേ CPMന്റെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ LDFന്റെ സംഘടനാ സംവിധാനം ഇതിനൊക്കെ ഓവർകം ചെയ്ത് പോന്നേക്കാം. പക്ഷേ BJP ഇപ്പുറത്ത് വലിയൊരു ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. പഴയ BJP അല്ല ഇപ്പോഴത്തെ BJP. പഴയ തിരുവനന്തപുരത്ത് പഴയ കോൺഗ്രസും BJPയും കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ BJP എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് അവിടെ നാമമാത്രമായിട്ട് തീർന്നു. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതാനും ചില നല്ല ശക്തരായിട്ടുള്ള പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രവർത്തകർ തന്നെ പല ഗ്രൂപ്പുകളിലാണ്. മറ്റൊരു കോർപ്പറേഷനും ഇല്ലാത്ത പോലെ ജാതിപരമായിട്ടും വർഗീയപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്രഹപാഠങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ റോൾ എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് തന്നെ പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കോൺഗ്രസിനേക്കാൾ കൂടുതൽ റോള് അവിടെയുള്ളത് BJPക്കാണ്. അവിടെ നേരിട്ട് ഫൈറ്റ് നടക്കാൻ പോകുന്നത് 100ഓളം വാർഡുകളിൽ മത്സരം നടക്കുന്നത് BJPയും CPMും തമ്മിലായിരിക്കും. അപ്പോൾ പണ്ട് കോൺഗ്രസും CPMും തമ്മിൽ മത്സരം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് BJP CPM മത്സരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താവും? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 100 സീറ്റുമായിട്ട് ഭരണത്തിൽ തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 സീറ്റിൽ എത്ര സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും? എത്ര സീറ്റ് നിലനിർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. BJP ശക്തമായ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. 2025 നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ CPMും BJPയും തമ്മിലാണ് മത്സരം. അവിടെ കോൺഗ്രസ് മൂന്നാമത് മാത്രമാണ്. മറ്റു പല സ്ഥലത്തും BJP മൂന്നാമതാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നത് BJPയും CPMും തമ്മിലുള്ള മത്സരമായിരിക്കും, അല്ലെങ്കിൽ LDFും NDAയും തമ്മിലുള്ള മത്സരമായിരിക്കും. അവിടെ ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ മാത്രമായിരിക്കും കോൺഗ്രസ് ഉണ്ടാവുക. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് ഒന്നെങ്കിൽ CPMന് കൊടുക്കാം, BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം.